കാലാവസ്ഥാ ജാഗ്രതാ നിർദ്ദേശങ്ങളിലേക്ക് തന്നെ നമുക്ക് ആദ്യം പോവാം. 12 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. അതിശക്തമായ മഴയ്ക്ക് സാധ്യത എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു. 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുണ്ട്. കൊല്ലം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ അതിശക്തമായ മഴ സാധ്യതയുണ്ട്. വിശദാംശങ്ങളുമായി സ്റ്റെഫിൻ ചേരുന്നു. സ്റ്റെഫിൻ, ഡിസംബറിൽ പൊതുവെ നമ്മൾ മഞ്ഞാണ് പ്രതീക്ഷിക്കുക, പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇത് വീണ്ടും മഴ മുന്നറിയിപ്പാണല്ലോ വരുന്നത്. ഏതൊക്കെ ജില്ലകളിലാണ്, എങ്ങനെയൊക്കെയാണ് മുന്നറിയിപ്പ്? മുത്തി, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ പ്രചരണം. റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരുന്ന ജില്ലകളിലൊക്കെ തന്നെ ഓറഞ്ച് അലർട്ട് ആയിട്ടുണ്ട്. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, തൃശ്ശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കണ്ണൂരും കാസർഗോഡും ഒഴികെയുള്ള മറ്റ് ജില്ലകളിലെല്ലാം തന്നെ മഴ മുന്നറിയിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ മലയോര മേഖലകളിലും അതോടൊപ്പം തീരദേശത്തുമുള്ളവർ കൃത്യമായ ജാഗ്രത പുലർത്തണമെന്നൊരു നിർദ്ദേശമാണ് കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ജില്ലാ ഭരണകൂടങ്ങളും അത്തരത്തിലുള്ളൊരു നിർദ്ദേശങ്ങളൊക്കെ തന്നെ നൽകുന്നുണ്ട്. പ്രത്യേക ജാഗ്രത മലയോര പ്രദേശങ്ങളിലൊക്കെ തന്നെ വേണം. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ രാവിലെ മുതൽ തന്നെ നേരിയ തോതിലെങ്കിലും ചാറ്റൽ മഴ ഇങ്ങനെ നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥിതിയാണ്. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലായിടത്തും നമുക്ക് കാണാൻ കഴിയുന്നത്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദമാണ് ഇത്തരത്തിൽ മഴ ശക്തി പ്രാപിക്കാനുള്ള കാരണമായി കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. ഇന്നും നാളെയും അതിശക്തമായ ഇടിമിന്നലോട് കൂടിയുള്ള മഴയ്ക്കാണ് സാധ്യതയുള്ളത്. അതിനുശേഷം ഈ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ടുള്ള ന്യൂനമർദ്ദം തമിഴ്നാട് തീരത്തേക്ക് മറ്റന്നാൾ മുതൽ പ്രവേശിക്കും. ആ സമയം മുതൽ തന്നെ കേരളത്തിൽ മഴയുടെ ശക്തി കുറയും എന്നുള്ളതാണ് കാലാവസ്ഥാ പ്രവചനം. ശരി സ്റ്റെഫിൻ, കാലാവസ്ഥാ മുന്നറിയിപ്പുകളൊക്കെ പ്രേക്ഷകർ കേട്ടു എന്ന് കരുതുന്നു. എല്ലാവരും ജാഗ്രതയോടെ മുന്നോട്ട് പോവുക. മഴ ശക്തമാകാനുള്ള സാധ്യതയാണ് പറയുന്നത്. ചാവക്കാട് ബീച്ചിൽ അപ്രതീക്ഷിത കടലേറ്റം. വാഹന പാർക്കിംഗ് മേഖലയിലും കടലോരത്തെ വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി. ബീച്ചിലേക്ക് സന്ദർശകർക്ക് താൽക്കാലികമായി നിരോധനം ഏർപ്പെടുത്തി. ഇന്ന് രാവിലെ 7:30 അപ്രതീക്ഷിതമായി വേലിയേറ്റമുണ്ടായത്. ഇവിടെ നന്നായിട്ട് വെള്ളം കയറിയിട്ടുണ്ട്. കടകളൊക്കെ മുങ്ങിയിരിക്കും.